വിദേശത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 2 മുട്ടിനും നീര് വന്ന് ഭയങ്കര വേദനയായി. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര പ്രോബ്ലം ആയിട്ട് പുള്ളി തിരിച്ചു പോകുന്നു. വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. കാരണം അവിടെ ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ അദ്ദേഹം എടുത്തിരുന്നു. പക്ഷേ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിരുന്നു, അവർക്ക് മെഡിക്കലി ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു ട്രീറ്റ്മെന്റ്. പക്ഷെ റിസൾട്ട് ഇല്ല. അപ്പോൾ ഓരോ ഡോക്ടേഴ്സ് ഓരോ കാരണങ്ങളാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞു മുട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം, വേറെ സൊല്യൂഷൻ ഇല്ല. പിന്നെ അവിടുത്തെ നെർവൽ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്, ഞരമ്പ് പിണഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് അത് റിമൂവ് ചെയ്യണം. വേറൊരാൾ പറഞ്ഞ് വെരിക്കോസിന്റെ പ്രശ്നമാണ്. അങ്ങനെ മൂന്ന് രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണല്ലോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് മെഡിസിനിലേക്ക് ആദ്യം പോയില്ല. ഇവിടെ ആയുർവേദവും പിന്നെ അക്വപഞ്ചർ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ കുറച്ച് നാൾ നോക്കി. എന്നിട്ട് റിസൾട്ട് ചെയ്താൽ വീണ്ടും ഇംഗ്ലീഷ് മെഡിസിനിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്ന് അവര് ഓരോ ടെസ്റ്റുകൾ ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഓരോ പ്രാവശ്യം ഓരോ മെഡിസിൻസ് തരും. അത് ഉപയോഗിച്ചതിന് ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയുള്ള ഗ്യാപ്പിന് നമ്മൾ വീണ്ടും ചെല്ലണം. വീണ്ടും നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിക്കും. എന്നിട്ട് അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു 1-2 മാസത്തോളം വീണ്ടും പോയി. എന്നിട്ട് അത് റിസൾട്ട് ഇല്ല. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, ഈ ടാബ്ലറ്റ് കരുതുക, നിങ്ങൾക്ക് പെയിൻ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്യുക. പെയിൻ മാറുമ്പോൾ കുറച്ച് പെയിനൊക്കെ ആണെങ്കിൽ സഹിക്കുക, ഇതേ സൊല്യൂഷൻ ഉള്ളു. അല്ലെങ്കിൽ നമ്മൾ ഇത് ഒരു മേജർ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് വളരെ മോശമായിരുന്നു. പുള്ളിക്കാർക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുള്ള ഒരു അവസരം വരുന്നു. അവിടെ നിന്ന് അവർ ഒത്തിരി വിളിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ രാജ് സാറിനെ വിളിച്ചു. രാജ് സാറിനായിട്ട് ഒത്തിരി നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു സാർ ഇങ്ങനെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതിൽ വലിയ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക, നമ്മൾ കൊടുത്ത സ്ഥലത്തേക്ക് നല്ല റിസൾട്ടാണ്. അങ്ങനെ സാറ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് 2 പ്രോഡക്റ്റുകൾ എനിക്ക് എൻ്റെ വൈഫിന് റെക്കമെൻഡ് ചെയ്തു. ഇവിടെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഗൗപീഷും നാരിസുദയും. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കും സാറേ, റിസൾട്ട് ഉണ്ടാവും എന്ന് പറയും. നല്ല മനസ്സോടെയൊന്നും അല്ല, നമുക്കറിയാലോ നമ്മൾ ഒത്തിരി എക്സ്പീരിയൻസ് ഇങ്ങനെ എല്ലാം നെഗറ്റീവിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഒരു പരീക്ഷണം എന്ന രീതിയിൽ അത് വാങ്ങിച്ച് ഉപയോഗിച്ചു. ഏകദേശം ഒരു 10-15-17 ദിവസത്തോളം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു പോയി. ഏകദേശം ഒരു നീരൊക്കെ അല്പം ചൊട്ടിയിട്ടുണ്ട്, പൂർണ്ണ റിസൾട്ട് കിട്ടിയില്ല, എങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാനുള്ള വകയായി. നേരത്തെ പറഞ്ഞ പെയിൻ കില്ലറും കരുതിയിട്ടുണ്ടായിരുന്നു, ചെന്ന് കഴിഞ്ഞാൽ വേദന ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി. എന്തായാലും പുള്ളി അവിടെ ചെന്ന് ഫസ്റ്റില് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു 5.5 മണിക്കൂർ യാത്രയുണ്ടല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര പേടിയായിരുന്നു. മുട്ടു പ്രശ്നമാണ്, എനിക്ക് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത്, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രശ്നമാവും എന്നുള്ള ഒരു ഭയങ്കര പേടിയായിരുന്നു. നമ്മളിങ്ങനെ